പയ്യന്നൂർ പെരുമ്പ ടൗണിൽ തന്നെ ഇല്ലേ അതിന്റെ പേര് ഹോട്ടൽ ഹൈവേ. അതിത്തോട്ട് ഇവിടുത്തെ നല്ലതായിരിക്കും വെച്ചിട്ട് വന്ന രണ്ട് ബിരിയാണി, ഒരു ഹാഫും ഒരു ഫുള്ളും പറഞ്ഞു. ബിരിയാണിക്കകത്താണെങ്കിൽ ചിക്കൻ ഇല്ല. ചിക്കൻ ഇല്ലാതെ ഞാൻ ആടെ ഇരിക്കുന്ന റിസപ്ഷനിലെ ആട്ടിനെ വിളിച്ചിട്ട് ഞാൻ അവിടെ നല്ലതായിട്ട് ഹാഫ് ബിരിയാണി ചിക്കൻ ഉണ്ടാവില്ല. ആ ചിക്കൻ ബിരിയാണി കൊണ്ടുതരുന്നതാണ്. ആർക്കും കൊണ്ടുപോയിട്ട് ഇങ്ങനെ കൊണ്ടിട്ട് ഇങ്ങനെ ഇട്ട് മോസ്റ്റ് കസ്റ്റമർ സർവീസ്. നമുക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ വരുന്ന ആൾക്കാർക്ക് നല്ല രീതിക്ക് ഭക്ഷണം കൊടുത്താലേ അവർ നാളെ വരുള്ളൂ. അതുകൊണ്ട് വീട്ടിലെന്തെങ്കിലും പ്രശ്നമില്ല, വീട്ടിൽ കാണിക്കുന്നതൊക്കെ ബിരിയാണി തുടങ്ങി കഴിഞ്ഞിട്ട് എടുക്കുമ്പോഴത്തേക്ക് വന്നത് ചിക്കൻ നല്ലപോലെ കുക്കല്ല. കുക്കല്ലാത്ത ചിക്കൻ ആണെങ്കിൽ ഞാൻ മാറ്റി മാറ്റി സൈഡത്തെ മാത്രം കുറച്ച് മുരിഞ്ഞ ഭാഗം മാത്രം എടുത്ത് കഴിക്കുമ്പോൾ അതിന്റെ അപ്പുറം ഉണ്ട് വലിയ ഫെദർ കോഴി തൂവല് മൊത്തം ഉണ്ട് അതിന്റെ മസാലയിൽ. വെറുതെ അല്ല ഈ ചിക്കന് പീസ് കുറഞ്ഞു പോയി, അത് ഗ്രേവി ഒഴിച്ചില്ല എന്ന് പറഞ്ഞ് അടി എടുക്കണം. ഈ ഹോട്ടലുകാർക്ക് എങ്ങനെ കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാ തല്ലാതിരിക്കണം? ദേഷ്യം വരില്ലേ? ദ ലൈറ്റ്സ് ഗെയിം എന്നതിന് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ശിവരഞ്ജിനി എന്നൊരു ലൈവ് സ്ട്രീമറാണ്. അപ്പോൾ അവരും ഹസ്ബൻഡും കൂടെ ഇവിടെ കണ്ട് ഏതൊരു സ്ഥലത്ത് പോയി ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ആ ഫുഡിൽ കണ്ട അപാകതകൾ ചൂണ്ടിക്കാട്ടിയാണ് അവർ പറയുന്നത്. അവർക്കുണ്ടായ ദുരനുഭവമാണ് ഈ പറയുന്നത്. അതിനകത്ത് പകുതിയും കോഴിത്തൂലൊക്കെ ഉണ്ട്. ഇവർ എന്നാ നോക്കി കുക്കിംഗ് ചെയ്യണം, എന്നാ ഹോട്ടൽ നടത്തുന്നുണ്ട്. മുട്ട പൊരിക്കാൻ പോലും അറിയില്ലാത്ത ചേനക്കാട്ടിന് തീ ഊതി കത്തിക്കാൻ പാടില്ലാത്ത ആൾക്കാരൊക്കെയാണ് പിടിച്ച് പാചകം ചെയ്യാൻ ഏൽപ്പിച്ച പോലെയാണ് തോന്നാൻ. കോഴിത്തൂര് പകുതി ഒന്നും വെന്തട്ടുമില്ല. ഇവരൊക്കെ ആരായി വിളിച്ച് ഹോട്ടലിൽ നടത്തിക്കൊണ്ടിരുന്നത്? എത്ര വർഷം ഇവിടെ നടത്തി തുടങ്ങിയിട്ട്? ഇത് തീർച്ചയായിട്ടും ഇത് ആരോഗ്യവകുപ്പ് നടപടിയെടുക്കേണ്ട കേസാണത്. ഫുഡ് സേഫ്റ്റി ഓഫീസറൊക്കെ വന്ന് തീർച്ചയായിട്ടും ആ ഹോട്ടൽ അടച്ചു പൂട്ടിക്കണം. അടച്ചു പൂട്ടിച്ചാലാണ് ഇപ്പോൾ ഇതുപോലുള്ളവന്മാർക്ക് പാടാവും. വെറുതെ അല്ലേ കൊല്ലത്ത് കിടന്ന് ചിക്കൻ പീസ് കുറഞ്ഞു പോയി, സാലഡ് കുറഞ്ഞു പോയി, ഈ കാര്യം കട്ടായി കാണിച്ചു കഴിഞ്ഞാൽ ആരായാലും തല്ലിപ്പോവും. പിന്നെ അവരും കാശ് കൊടുത്തിട്ടല്ലേ ഫുഡ് വയറ് നിറയ്ക്കാൻ വേണ്ടിയല്ലേ ചെയ്യണേ. അപ്പോൾ അതിന് തീർച്ചയായിട്ടും ഈ ഫുഡ് ആൻഡ് സേഫ്റ്റിക്കാർ വന്ന് തീർച്ചയായിട്ടും അതങ്ങ് പൊട്ടിച്ച് കളയാം. ജന്മത്താ ലൈസൻസും കട്ട് ചെയ്ത് കഴിഞ്ഞോളാം. ഇത്രേ പറയാനുള്ളൂ. ഇതിനകത്ത് നടപടി എടുക്കേണ്ട കാര്യം തന്നെയാണ്. ഈ കോഴിത്തൂവലൊക്കെ കൊണ്ടുപോയി ചെന്ന് ഇതിന് അടുപ്പ് പോലും ഊതിക്കത്തിക്കാൻ അറിയാത്ത ടീംസിനെയൊക്കെ പിടിച്ച് പാചകം ചെയ്യാനിരുത്തിയാലും അതിന് ഹോട്ടലിൽ ഒന്നും യാതൊരു ഐഡിയ ഇല്ലാത്തവന്മാരൊക്കെയാണ് ഇനി ബിസിനസ് ചെയ്യാനിരിക്കുന്നത്. ദൈവത്തെ ഓർത്ത് ഇത് വലിയ നാളും ഉണ്ടാവില്ല ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. കസ്റ്റമറോട് മാന്യമായിട്ട് കസ്റ്റമർ ഈസ് എ കിങ്. മാന്യമായിട്ട് പറയും. ചുമ്മാ പിന്നീട് പറഞ്ഞ് ചുമ്മാ വേണ്ട വീട്ടിൽ കാണിക്കുള്ളൂ വിളമ്പ് തിന്നുന്നൊക്കെ പറഞ്ഞ രീതിയിലൊക്കെയാണ് പെരുമാറുന്നത്. എങ്ങനെ ഇത്ര നാൾ ആ ഹോട്ടലിൽ കിടന്നു? എന്തായാലും ആരോഗ്യ ഫുഡ് ആൻഡ് സേഫ്റ്റിക്കാർ തീർച്ചയായിട്ടും നടപടി എടുക്കണം. ഇതുപോലുള്ള ഹോട്ടൽ പൂട്ടിച്ചേ വേണം. വീണ്ടും ഒരു ലൈസൻസും കട്ട് ചെയ്യണം.